അതെ, ഇന്ന് മേൽപ്പാടം കബഡിയടത്തിലില്ല. നാം ഒരു സുപ്രധാന കാര്യമായിട്ട് ഒന്ന് പുറത്തു പോവുക. എന്താ വന്നേ? മേൽപ്പാടനെ ഓർമ്മയുണ്ടോ? ഒന്ന് ഇരുത്തി ആലോചിച്ച് നോക്ക. ഫ്ലാഷ് ബാക്ക്. അതെടുത്ത് കൂലോട്ട് വെച്ചാൽ എന്തായാലോ ജീവിതം ഒന്നും പച്ച പിടിക്കുന്നില്ല. എന്ത് ചെയ്താലും ലോക പരാജയം. എന്തെങ്കിലും ഒരു പ്രതിവിധി. ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ 4 ഗ്രഹം താണ്ടി സൂര്യനെ ഇടിച്ചു നിൽക്കുന്നു. ആ കൂവിനെടുത്ത് ഷൂല് വെച്ചാല് എവിടെ വെച്ചാലും ഈ കുട്ടി രക്ഷപ്പെടില്ല. ഈ ബെൻസുകാരൻ കോസ്റ്റ്യൂമൊക്കെ വടക്കാവും. അല്ല, ഇതെന്റെ സ്വന്തമാണ്. അവിശ്വസനീയം. 35 വർഷമായിട്ട് എന്റെ വാക്ക് പിഴച്ചിട്ടില്ല. വാക്ക് മാത്രമല്ല, മേൽപ്പാടനും പഠിച്ചിട്ടില്ല. എന്റെ ഭാര്യ ഒരു ഓട്ടോക്കാരനോട് ഒളിച്ചോടി പോകുന്നു നാം നേരത്തെ എന്നെ പ്രവചിച്ചിരിക്കണോ? ഭാര്യ മാത്രം, മകള് ഒളിച്ചോടി പോയിരിക്കുന്നു. ഒരു കണ്ണാപ്പിയിലെ കൂടെ. എങ്ങനെയാ രക്ഷപ്പെട്ടെ? സ്റ്റോക്ക് മാർക്കറ്റ് നിഫ്റ്റിന്നും സെൻസെക്സ് ഒന്നും കേട്ടിട്ടുണ്ടോ? ഒരുപാട് കണ്ടിരിക്കുന്നു. എന്ത് സെൻസെക്സ് അതല്ലടോ, പറയൂ കുട്ടി പറയൂ. കുറച്ചു കാലമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റും ട്രേഡും ചെയ്തിട്ടാണ് ഞാൻ ഇത്ര രക്ഷപ്പെട്ടത്. ഓ, അതിനാണ് ടീം അവന്യൂ. എങ്ങനെ ട്രേഡ് ചെയ്യണം, എപ്പോൾ ട്രേഡ് ചെയ്യണമെന്ന് അവർ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരും. അതും വെറും 999 രൂപയ്ക്ക്. അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസും മാർക്കറ്റ് ഫണ്ടമെന്റലും വളരെ ക്ലിയർ ആയി അവരെന്നെ ട്രെയിൻ ചെയ്തു. അതിനുശേഷം എന്റെ ജാതകം മാറി. വെച്ചടി കയറ്റുമായിരുന്നു. നമ്മുടെ പ്രവചനം കൊണ്ട് അപ്പൊ ഒരു കാര്യമില്ലല്ലേ? ഇത് ടീം അവന്യൂന്റെ എക്സ്പേർട്സ് പഠിപ്പിച്ചാൽ മാത്രമേ സക്സസ് ആവുള്ളൂ. നമുക്കൊരു അഡ്മിഷൻ എടുക്കാം അല്ലേ പിള്ളേ? ഞാനിന്ന് മുതൽ പിള്ളയല്ല, ബെൻസുകാരന്റെ ഡ്രൈവറാണ്. അതിന് എനിക്ക് ഡ്രൈവിംഗ് അറിയാം. പക്ഷെ വെക്കിയിരിക്കാലോ. മേൽപ്പാടം തോറ്റു, സ്റ്റോക്ക് മാർക്കറ്റ് ജയിച്ചു.